വർഷമായി. അതിനുശേഷമാണ് ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരാൻ തുടങ്ങിയത്. അതായത് ഈ വെള്ളം മറിഞ്ഞ്, അതായത് മഴക്കാലം വന്നതിന് ശേഷം വെള്ളം മറിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകും. അതായത് ഇതിലെ വരുന്ന കോളനികളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പം ഇതിലെ കുട്ടികളും വീട്ടുകാർക്കൊക്കെ ആണെങ്കിലും വണ്ടികളൊക്കെ കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വണ്ടികളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ വണ്ടികൾ നമ്മുടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നടന്നു പോവാണ് ചെയ്തിരുന്നത്. പിന്നെ ഒരു ആശുപത്രിയിലേക്ക് പോകാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഒരാൾ പിടിച്ചിട്ട് വേണം ഇതിൽ നടന്നു പോകാൻ. എന്താ വെച്ചാൽ തെന്നി വീഴുന്ന ഒരവസ്ഥ. തെന്നി വീഴുന്ന മാത്രമല്ല, ഒരു വണ്ടി പോലും അങ്ങോട്ടേക്ക് പോവില്ല. എന്ന് വെച്ചാൽ നടന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം വേണം വണ്ടി പോകാൻ. ഞങ്ങൾക്കും അതെ, ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിന് ഫുള്ളും വെള്ളമായിരുന്നു. എന്നുവെച്ചാൽ ഈ കൺവേർട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു പ്രശ്നം മാറി കിട്ടിയത്. ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡാണ്. ഇതിൽ കരിമ്പുമ്മൽ അംഗൻവാടി റോഡ് എന്ന കൾവെട്ടാണ് ഈ പ്രവൃത്തി. അംഗൻവാടിയിലേക്കുള്ള റോഡാണ്. അത് കൂടാതെ ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുഴുവൻ ആളുകളും ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. അതുപോലെ തന്നെ ഇവിടെ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ ഒരു റോഡിലൂടെയാണ്. അപ്പോൾ നിലവിലൂടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഗ്രാമസഭ കൂടുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ ഒന്നാമത് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആദ്യം കോൺക്രീറ്റ് അതായത് RCC പൈപ്പുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം ഒഴുകുന്ന സമയത്ത് ഈ പൈപ്പുകൾ അടഞ്ഞു പോകുക, അതുമൂലം ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള വീടുകളിലേക്ക് അടക്കം ഈ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യം ഗ്രാമസഭയിൽ നിന്ന് വന്നത് നമ്മൾ ആക്ഷൻ പ്ലാൻ ഉൾപ്പെടുത്തി അതിനുശേഷം അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും പിന്നെ പ്രൊക്യൂർമെൻറ്റ് കമ്മിറ്റി കൂടി ഈ വർക്ക് ടെൻഡർ ചെയ്യുകയും ടെൻഡർ ചെയ്ത് ടെൻഡർ പ്രകാരം മെറ്റീരിയൽ സൈറ്റിൽ കളക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ നമ്മൾ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലൂടെ വന്നിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റോഡ് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മഴക്കാലത്ത് ആളുകൾക്ക് ഇതിലെ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറുന്ന അടക്കമുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ സുഗമമായി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ഇവിടെ ഉണ്ടാകുന്ന വലിയൊരു വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം നമുക്കങ്ങനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു വർക്കോടുകൂടി. പനമരം ബ്ലോക്കിലെ പനമരം പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് ഈ കൾവേർട്ട് ഉള്ളത്. ഏകദേശം 5 ലക്ഷം രൂപ എസ്റ്റിമേറ്റഡ് ഈ പ്രവൃത്തി 3 ലക്ഷം രൂപ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. 6 മീറ്റർ വീതിയും 3 മീറ്റർ നീളവുമാണ് ഈ കൾവേർട്ടിനുള്ളത്. ജസ്റ്റ് ഇതിന് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ രീതിയിൽ മാറ്റ് ഫൗണ്ടേഷനിൽ നിന്ന് അബട്ട്മെന്റ് വാൾ വരികയും അതിൽ നിന്ന് ഡെക്സ്ലാബ് കോൺക്രീറ്റ് ചെയ്താണ് കൾവേർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിങ് വാൾ 2 സൈഡിലുമുണ്ട്. ഈ സ്കീമിൽ കൾവേർട്ട് കൊണ്ട് വളരെ പ്രയോജനമാണ് ഈ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം വളരെ ഈ സൈഡ് തോട് വഴി വളരെയധികം വെള്ളം കുത്തൊഴുകിയാണ് ഇതുവഴി വന്നുകൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ അംഗനവാടിയിലേക്കുള്ള റോഡാണിത്. ഈ റോഡിലോട്ട് ഒരു കാരണവശാൽ അവർക്ക് മഴയായി കഴിഞ്ഞാൽ സഞ്ചാരയോഗം വളരെ പ്രയാസകരമായിരുന്നു. ഈ കൾവേർട്ട് വന്നതിന് ശേഷമാണ് ഈ വെള്ളം വഴിതിരിച്ച് വിടുകയും ഇങ്ങനെ ഈ വഴിയിലേക്ക് ഫ്ലോ ആവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഇതിനുണ്ടായിരുന്നത് കോൺക്രീറ്റ് പൈപ്പുകളായിരുന്നു. അപ്പോൾ അതുവഴി ഫ്ലോ എപ്പോഴും കറക്റ്റ് ആവുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാക്ടർ പാസേജ് ഇപ്പോൾ ഈ വഴിയിലൂടെ തന്നെ ഇപ്പോൾ അംഗനവാടി കഴിഞ്ഞാൽ അത് കുറേ പാടശേഖരങ്ങളാണ്. അപ്പോൾ അതിലേക്ക് ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട് ട്രാക്ടർ പോകാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഇത്രയും വീതിയായിട്ട് തരത്തിന് ശേഷമാണ് ഇതുവരെ ട്രാക്ടർ പാസേജ് ആവുകയും അതുപോലെ തന്നെ അടുത്ത ഇവരുടെ ഒരു ആവശ്യമാണ് ഈ റോഡ് റെഡിയായി ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത്. ഇപ്പം നിലവിലൊരു സാങ്കേതിക പ്രശ്നം അതിനകത്തുണ്ട്. നമുക്കിത് കാണാം. ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒരു എല്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റും എല്ലാം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് KSCB കൂടെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഈ റോഡും കൂടെ ഗതാഗതമാവുകയാണെങ്കിൽ ഇതിലേക്കൊരു 30ഓളം ഫാമിലികൾക്ക് ഇനി സഞ്ചാരയോഗ്യമാവുകയും അതുപോലെ തന്നെ പാടശേഖരങ്ങൾക്ക് ട്രാക്ടർ പാസേജ് നല്ല സുഗമമായി നടക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് നേരത്തെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അംഗനവാടിയിലേക്ക് സ്കൂൾ കുട്ടികൾക്ക് പോകാനുള്ള ഓട്ടോയിലൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്നത്. പണ്ട് അവർ അങ്ങനെയൊന്നും അല്ലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്കീം വന്നതിന് ശേഷം ഈ സ്ഥലത്തെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഈ സ്ഥലത്തിലേക്കുള്ള പോകുന്നവർക്ക് വളരെ അനുഗ്രഹീതമാണ് ഈ വർക്ക്. പനമരം ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിലെ കരിമ്പുമ്മൽ അംഗൻവാടി റോഡ് കൽവെട്ട് നിർമ്മാണം അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് റോഡും കൂടി പൂർത്തീകരിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുള്ളൂ. അതിൻ്റെ നടപടികൾ ഉടൻ നടക്കുന്നതാണ്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ IEC പ്രവർത്തനങ്ങളും അതിൻ്റെ പാരപ്പറ്റ് ഭാഗത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.